ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നവംബർ 22 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അതിനു മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ആദ്യം 2025 നവംബറിൽ ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാൻ വാണിജ്യ വ്യവസായ മന്ത്രിയാണ് ചോദിച്ചിട്ടുള്ളത്. 2025 നവംബറിൽ ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാൻ വാണിജ്യ വ്യവസായ മന്ത്രി ആരാണ്? അഫ്ഗാനിസ്ഥാൻ വാണിജ്യ വ്യവസായ മന്ത്രിയാണ് അൽഹാജ് നൂറുദ്ദീൻ അസീസി. ആരാണ്? അൽഹാജ് നൂറുദ്ദീൻ അസീസി. അപ്പോൾ 2025 നവംബറിൽ ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാൻ വാണിജ്യ വ്യവസായ മന്ത്രി ആരെന്ന് ചോദിച്ചാല് അൽഹാജ് നൂറുദ്ദീൻ അസീസി. എന്താണ്? അഫ്ഗാനിസ്ഥാൻ വാണിജ്യ വ്യവസായ മന്ത്രിയാണ് അൽഹാജ് നൂറുദ്ദീൻ അസീസി എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി 2025 നവംബറിൽ കേന്ദ്ര ജ്ഞാന ഭാരത് മിഷന്റെ സ്വതന്ത്ര ഗവേഷണ സ്ഥാപനത്തിനുള്ള അംഗീകാരം ലഭിച്ച ശേവേദി മ്യൂസിയം ഏത് ക്ഷേത്രത്തിന്റെ ഭാഗമാണ്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2025 നവംബറിൽ കേന്ദ്ര ജ്ഞാന ഭാരത് മിഷന്റെ സ്വതന്ത്ര ഗവേഷണ സ്ഥാപനത്തിനുള്ള അംഗീകാരം ലഭിച്ച ഏത് മ്യൂസിയം? ശേവേദി മ്യൂസിയം ഏത് ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം എന്താണ്? കോട്ടയം. എവിടെയാണ്? കോട്ടയം. കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം കോട്ടയമാണ്. കിട്ടിയോ? 2025 നവംബറിൽ കേന്ദ്ര ജ്ഞാന ഭാരത് മിഷന്റെ സ്വതന്ത്ര ഗവേഷണ സ്ഥാപനത്തിനുള്ള അംഗീകാരം ലഭിച്ച ശേവേദി മ്യൂസിയം ഏത് ക്ഷേത്രത്തിന്റെ ഭാഗമാണ്? കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം. ജില്ല ഏതാണ്? കോട്ടയമാണ്. അടുത്തത് സയ്യിദ് മുസ്താഖ് അലി ടൂർണമെന്റിനുള്ള കേരള ടീം ക്യാപ്റ്റൻ. എന്തിന്? സയ്യിദ് മുസ്താഖ് അലി ടൂർണമെന്റിനുള്ള കേരള ടീം ക്യാപ്റ്റൻ ആരാണ്? സഞ്ജു സാംസൺ ആണ്. ആരാണ്? സഞ്ജു സാംസൺ. സയ്യിദ് മുസ്താഖ് അലി ടൂർണമെന്റിനുള്ള കേരള ടീം ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആണ്. അടുത്തത് പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങളിൽ തൊഴിൽ പരിശീലനം കൂടി നൽകുന്ന പദ്ധതി. എങ്ങനെ? നമ്മുടെ പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങളിൽ തൊഴിൽ പരിശീലനം കൂടി നൽകുന്ന ആ പദ്ധതിയെ പറയുന്ന പേരാണ് ക്രിയേറ്റീവ് കോർണർ പദ്ധതി. എന്താണ്? ക്രിയേറ്റീവ് കോർണർ പദ്ധതി. പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങളിലെ തൊഴിൽ പരിശീലനം കൂടി നൽകുന്ന പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ പദ്ധതി എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി അടുത്തത് തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ യൂത്ത് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ U10 വിഭാഗത്തിൽ ചാമ്പ്യനായത് ആരാണ്? തായ്ലൻഡിൽ. എവിടെയാണ്? തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ യൂത്ത് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ യൂത്ത് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ U10 വിഭാഗത്തിൽ ചാമ്പ്യനായത് ദിവി ബിജേഷ് ആണ്. ആരാണ്? ദിവി ബിജേഷ്. തായ്ലൻഡിൽ നടന്ന എവിടെയാണ് നടന്നത്? തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ യൂത്ത് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ U10 വിഭാഗത്തിൽ ചാമ്പ്യനായത് ദിവി ബിജേഷ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കി നോക്കാം നമുക്ക്. 2025 നവംബറിൽ ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാൻ വാണിജ്യ വ്യവസായ മന്ത്രി ആരായിരുന്നു? അൽഹാജ് നൂറുദ്ദീൻ അസീസി. 2025 നവംബറിൽ കേന്ദ്ര ജ്ഞാന ഭാരത് മിഷന്റെ സ്വതന്ത്ര ഗവേഷണ സ്ഥാപനത്തിനുള്ള അംഗീകാരം ലഭിച്ച ശേവേദി മ്യൂസിയം ഏത് ക്ഷേത്രത്തിന്റെ ഭാഗമാണ്? കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം കോട്ടയം. സയ്യിദ് മുസ്താഖ് അലി ടൂർണമെന്റിനുള്ള കേരള ടീം ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ. പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങളിൽ തൊഴിൽ പരിശീലനം കൂടി നൽകുന്ന പദ്ധതി ക്രിയേറ്റീവ് കോർണർ പദ്ധതി. തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ യൂത്ത് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ U10 വിഭാഗത്തിൽ ചാമ്പ്യനായത് ദിവി ബിജേഷ് ആണ്. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം സിറ്റി എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം സിറ്റി എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം സിറ്റി എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകയാണ്. ഇനി രാജ്യാന്തര ക്രിക്കറ്റിൽ 11 ഫുൾ
മെമ്പർ ടീമുകൾക്ക് 11 ഫുൾ മെമ്പർ ടീമുകൾക്ക് എതിരെയും സെഞ്ചുറി നേടുന്ന ആദ്യ താരം. രാജ്യാന്തര ക്രിക്കറ്റിൽ 11 ഫുൾ മെമ്പർ ടീമുകൾക്ക് എതിരെയും സെഞ്ചുറി നേടുന്ന ആദ്യ താരമാണ് ഷായ് ഹോപ്പ്, വെസ്റ്റ് ഇൻഡീസ് താരം. ഷായ് ഹോപ്പ് വെസ്റ്റ് ഇൻഡീസ് താരമായിട്ടുള്ള ഷായ് ഹോപ്പാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ 11 ഫുൾ മെമ്പർ ടീമുകൾക്ക് എതിരെയും സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്ന് പറയുന്നത്. രാജ്യാന്തര ക്രിക്കറ്റിൽ 11 ഫുൾ മെമ്പർ ടീമുകൾക്കെതിരെയും സെഞ്ചുറി നേടുന്ന ആദ്യ താരം ഷായ് ഹോപ്പാണ്. അടുത്തത് 2025 നവംബറിൽ ഓസ്ട്രേലിയൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൽ അംഗമായ താരം. എങ്ങനെ 2025 നവംബറിൽ ഓസ്ട്രേലിയൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൽ അംഗമായ താരം. എന്തിലാണ്? ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൽ അംഗമായ താരമാണ് ആരെന്ന് പറയുന്നത്? റയാൻ വില്യംസ്. 2025 നവംബറിൽ ഓസ്ട്രേലിയൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൽ അംഗമായ താരമാണ് റയാൻ ഫിലിംസ് എന്ന് പറയുന്നത്. അടുത്തത് IIT ബോംബെ ബോർഡ് ഓഫ് ഗവേണേഴ്സിന്റെ ചെയർപേഴ്സണായി നിയമിതനായത് കെ രാധാകൃഷ്ണൻ. IIT ബോംബെ ബോർഡ് ഓഫ് ഗവേണേഴ്സിന്റെ ചെയർപേഴ്സണായിട്ട് നിയമിതനായത് കെ രാധാകൃഷ്ണനാണ്. ആരാണ്? കെ രാധാകൃഷ്ണൻ. IIT ബോംബെ ബോർഡ് ഓഫ് ഗവേണേഴ്സിന്റെ ചെയർപേഴ്സണായിട്ട് നിയമിതനായത് ആരാണ്? കെ രാധാകൃഷ്ണനാണ്. കിട്ടിയോ? ഇനി അടുത്തത് ഏറ്റവും ഉയർന്ന തുകക്ക് വിറ്റഴിക്കപ്പെട്ട ആധുനിക കലാസൃഷ്ടി എന്ന റെക്കോർഡ് നേടിയ പെയിന്റിംഗ്. എന്താണ്? ഏറ്റവും ഉയർന്ന തുകക്ക് വിറ്റഴിക്കപ്പെട്ട ആധുനിക കലാസൃഷ്ടി എന്ന റെക്കോർഡ് നേടിയ പെയിന്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? പോർട്രേറ്റ് ഓഫ് എലിസബത്ത് ലെഡർ. എന്താണ്? പോർട്രേറ്റ് ഓഫ് എലിസബത്ത് ലെഡറർ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഏറ്റവും ഉയർന്ന തുകക്ക് വിറ്റഴിക്കപ്പെട്ട ആധുനിക കലാസൃഷ്ടി എന്ന റെക്കോർഡ് നേടിയ പെയിന്റിംഗ് പോർട്രേറ്റ് ഓഫ് എലിസബത്ത് ലെഡറർ. ഒക്കെയാണല്ലോ. അതിന്റെ ചിത്രകാരൻ എന്ന് പറയുന്നത് ഗുസ്താവ് ക്ലിംറ്റ് ആണ്. ആരാണ്? ഗുസ്താവ് ക്ലിംറ്റ്. ഓക്കെ. ഏറ്റവും ഉയർന്ന തുകക്ക് വിറ്റഴിക്കപ്പെട്ട ആധുനിക കലാസൃഷ്ടി എന്ന റെക്കോർഡ് നേടിയ പെയിന്റിംഗ് കണ്ടോ? ഓക്കെ. പോർട്രേറ്റ് ഓഫ് എലിസബത്ത് ലെഡറർ. ചിത്രകാരൻ ഗുസ്താവ് ക്ലിംറ്റ് ആണ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഈ പേജ് നോക്കാം. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്വാണ്ടം സിറ്റി എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകയാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ 11 ഫുൾ മെമ്പർ ടീമുകൾക്ക് എതിരെയും സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്ന് പറയുന്നത് ഷായ് ഹോപ്പാണ്, വെസ്റ്റ് ഇൻഡീസ്. 2025 നവംബറിൽ ഓസ്ട്രേലിയൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൽ അംഗമായ താരം റയാൻ വില്യംസ് ആണ്. ഇനി IIT ബോംബെ ബോർഡ് ഓഫ് ഗവേണേഴ്സിന്റെ ചെയർപേഴ്സണായി നിയമിതനായത് കെ രാധാകൃഷ്ണനാണ്. ഏറ്റവും ഉയർന്ന തുകക്ക് വിറ്റഴിക്കപ്പെട്ട ആധുനിക കലാസൃഷ്ടി എന്ന റെക്കോർഡ് നേടിയ പെയിന്റിംഗ് പോർട്രേറ്റ് ഓഫ് എലിസബത്ത് ലെഡറർ. ചിത്രകാരൻ ഗുസ്താവ് ക്ലിംറ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? 11:30 പോൾ എക്സാം പോയിട്ട് രക്ഷയുടെ ടെലഗ്രാം ചാനലിൽ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പൊ ശരി. താങ്ക് യു.